എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ്. അതായത് കുക്കറിൽ ഉണ്ടാക്കുന്ന പായസം. 15 മിനിറ്റിനുള്ളിൽ കുക്കറിൽ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം. നല്ല കാറ്ററിംഗിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ അത്ര നല്ല മനോഹരമായ ടേസ്റ്റുള്ള പായസം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി കണ്ടിട്ടൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സേമിയ വെർമിസിലിയുടെ പാക്കറ്റാണ്. റോസ്റ്റഡ് ആണ്, പക്ഷെ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ അത് ഒന്നും കൂടി വറക്കണം. അപ്പൊ ഒരു കവറിന് ഞാൻ ഇതുപോലെ ഉള്ള ഈ ടേബിൾ സ്പൂൺ ഇല്ലേ, കണ്ടില്ലേ, അതിന് 3 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അതാണ് ഒരു കവർ പാലിന്റെ പ്രപ്പോർഷൻ ട്ടോ. അപ്പോ നിങ്ങൾ എല്ലാവരും അതുപോലെ ചെയ്യണം. അപ്പൊ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു ചെറിയ പാനിൽ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ, ഒരു ചെറിയ ബ്രൗണിഷ് കളർ ഉണ്ട്, പക്ഷെ അത് പോരാ. കാരണം ഇതൊന്നും ഒന്നൊന്നായിട്ട് ഒട്ടിപ്പിടിക്കരുത്. അപ്പോഴാണ് സേമിയ പായസത്തിന് സ്വാദ് കൂടുക. ഈ സേമിയയുടെ അതേ പ്രപ്പോർഷനിൽ നമുക്ക് ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കാം. അതുപോലെ പാലടയില്ലേ, അടപ്രഥമൻ ഉണ്ടാക്കാം. പാലടപ്രഥമനാണ് കേട്ടോ പറയണേ, അത് ഉണ്ടാക്കാം. വളരെ അടിപൊളി നല്ല റെഡിഷ് കളറിൽ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കണ പായസം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ അതാണ് ഇന്ന് ഉണ്ടാക്കണത്. കാരണം ഇന്ന് ഷഷ്ടിയാണ്. അപ്പൊ എനിക്ക് ഒന്ന് നേദിക്കാനും വെക്കണം. അപ്പോ നമുക്ക് അരിപ്പായസം വെക്കാൻ പറ്റില്ല ഷഷ്ടി ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ സേമിയ എടുത്തിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നേദിക്കാൻ സേമിയ പായസമാണ് വെക്കണത്. കണ്ടില്ലേ, ഇങ്ങനെ കുറച്ചൊന്ന് ബ്രൗണിഷ്, വല്ലാണ്ട് കരിയരുത്, ഒരിച്ചിരി നല്ലോണം ബ്രൗണിഷ് കളറില് സേമിയ വറക്കണം. പിന്നെ അതിന്റെ പ്രപ്പോർഷൻ ഞാൻ പറയാം. 1 കവർ പാല്, അതായത് 1/2 ലിറ്റർ പാല്, പിന്നെ 1 കപ്പ് പഞ്ചസാര. ഇതാണ് ഇതിന് വേണ്ടത്. അതായത് 3 ടേബിൾ സ്പൂൺ വെർമിസിലി. ഏതാ സേമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സേമിയ ഇത്രയും മതി. ഇതിപ്പോ കുറച്ച് നല്ല ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അടുത്തതായിട്ട് ഇതാണ് 1/2 ലിറ്റർ പാലെടുത്തു. മിൽമയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മിൽമ കവർ എടുത്തു. അത് നമ്മൾ പൊട്ടിച്ചിട്ട് കുക്കറിലേക്ക് ഒഴിക്കുക. ഒരു ചെറിയ കുക്കറാണ് ഞാൻ എടുത്തേക്കണേ, കാരണം 1 കവറ് പാലിന്റെയാണ് പായസം ഉണ്ടാക്കണത്. കണ്ടില്ലേ, 1 കവറ് പാല് എടുത്തു. എന്നിട്ട് ഞാനൊന്ന് ഗ്യാസ് കത്തിച്ചോട്ടെ കേട്ടോ. ഞാനിതിപ്പോ അത് ഓഫ് ചെയ്തു. ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് ഞാൻ ചെയ്യണത് നിങ്ങൾ കണ്ടില്ലേ, ഈ വറുത്ത് വെച്ച സേമിയ ഇടുകയാണ്. 3 ടേബിൾ സ്പൂൺ. 1 കവറിന് 3 ടേബിൾ സ്പൂൺ. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർക്കണം. പിന്നെ സേമിയ കരിഞ്ഞു പോകരുത്. നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ഇളക്കി കൊടുക്കണം. ഓൾറെഡി റോസ്റ്റഡ് സേമിയ എടുത്ത് ഞാൻ ഒന്നും കൂടി ഫ്രൈ ചെയ്തതാണ്. അത് ഞാൻ നോക്കിയപ്പോ എനിക്ക് തോന്നി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മള് ഇതൊന്നും കൂടി ഫ്രൈ ചെയ്താലാണ് പായസം കുറച്ചും കൂടി ടേസ്റ്റി ആവാന്ന് കേട്ടോ. അപ്പൊ ഞാൻ അതിട്ടു. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പഞ്ചസാര. 1 കപ്പ്, ഒരു സാധാരണ ചായയുടെ കപ്പിന് 1 കപ്പ് പഞ്ചസാരയും ഇട്ടു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ചേർക്കണത് എന്താന്ന് വെച്ചാല് പായസക്കൂട്ടില്ലേ, അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ ഏലക്കാ പൊടിയും കൂടി ചേർക്കണം. ഇതാണ് ഇത് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഈ കുക്കർ അടയ്ക്കുക. എന്നിട്ട് സ്റ്റീം വരുമ്പോ, ഇപ്പൊ ഞാൻ കുക്കർ അടച്ചു. ചെറിയൊരു കുക്കറാണ്. കുക്കറിൽ നിന്ന് ഇങ്ങനെ സ്റ്റീം വരില്ലേ എന്ന് പറഞ്ഞ സ്റ്റീം വരുമ്പോ കുക്കറിന്റെ വെയിറ്റ് ഇടുക. നമ്മുടെ കുക്കറിന്റെ ഈ വെയിറ്റ് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മിലാക്കി വെക്കുക. അപ്പോ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റീം വരുമ്പോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റീം വന്നു, വെയിറ്റ് ഇട്ടു, സിമ്മിലിട്ടു കേട്ടോ. അപ്പൊ സ്റ്റീം വന്നപ്പോഴാണ് കുറച്ച് പാല് പുറത്തു പോയത്. അപ്പൊ ഞാൻ സിമ്മിലിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അതുവരെ ഇരിക്കട്ടെ. അപ്പൊ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം, കുക്കർ എപ്പോഴും നല്ല കുക്കറായിരിക്കണം, അല്ലെങ്കിൽ പാല് പുറത്തേക്ക് തൂവിപ്പോവാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, സ്റ്റീം വന്നു, വെയിറ്റ് ഇട്ടു. ഞാൻ സിമ്മിൽ ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോ 15 മിനിറ്റ് കഴിഞ്ഞു. കുക്കറിന്റെ എന്താ പറയാ, സ്റ്റീം പോയി. ഞാനൊന്ന് തുറന്നു നോക്കാം. നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്.
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ഇളക്കി നോക്കാം. ദേ ഒരു കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകത്തിന് ഞാൻ 3 ടേബിൾ സ്പൂൺ സേമിയ ഇട്ടിട്ടുള്ളൂ. നല്ല കൊഴുത്ത പായസം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്യേണ്ട. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് കുറച്ചുകൂടി ഒരു പിങ്കിഷ് കളർ വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓൾറെഡി ഞാൻ ഈ ഒരു പായസം എന്റെ അമ്മായി കുക്കറിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ അമ്മായി പറഞ്ഞു തന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്, കുക്കർ പായസം. അപ്പോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് യൂട്യൂബിൽ കുറെ മുമ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. അതിൽ ഞാൻ ഉണക്കലരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഉണക്കലരി വെച്ചുണ്ടാക്കാം, അതല്ലെങ്കിൽ അട, എന്താ പറയാ, പാലടയുടെ അടയില്ല, ആ അട വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ നമുക്ക് സേമിയ വെച്ചിട്ടുണ്ടാക്കാം. അങ്ങനെ പിന്നെ ഗോതമ്പ് നുറുക്കില്ല, അത് വെച്ചിട്ടുണ്ടാക്കാം. ഇന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഗോതമ്പ് നുറുക്ക് ഉണ്ടാക്കാന്ന്. അപ്പൊ മോൻ പറഞ്ഞു അത് വേണ്ടാമേ, ഇന്ന് സേമിയ ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് തന്നെ നേദിക്കാനും വെക്കാം. അപ്പോ അതാണ് മെയിനായിട്ട് എനിക്കിന്ന് ഷഷ്ടിയായാലും സുബ്രഹ്മണ്യ സ്വാമിക്ക് പൂജാ റൂമിൽ എന്തെങ്കിലും നേദിക്കാൻ വെക്കണമായിരുന്നു. അപ്പൊ ഇതാണ് കാരമലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതൊരു ബ്രൗൺ കളറിലാവുമ്പോൾ നിർത്തണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാണ്. ഇതൊരു ടിപ്പാണ് പായസം ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഓൾറെഡി ഇതിന്റെ ആവശ്യമില്ല, എങ്കിലും കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ ആണ് ഞാൻ ഇത് ചെയ്യണത്. ഓക്കെ, ഇത് മതി. അപ്പൊ ഞാൻ ആ പായസം ഇടയ്ക്ക് വെച്ചിട്ട് ഈ സംഭവം ഇതിലേക്ക് ഒഴിക്കുകയാണ്, ആ കാരമലൈസ് ചെയ്തത് കേട്ടോ. അപ്പൊ നല്ലൊരു കളർ വരും, കണ്ടില്ലേ. ഇതൊന്ന് ഇളക്കണം, കാരണം ആ കാരമലൈസ് ചെയ്തതുകൊണ്ട് നല്ല അടിപൊളി സേമിയ പായസം. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ കുക്കർ വെക്കണതിന്റെ ഇടയിൽ അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഇതാ കണ്ടില്ലേ, പായസം ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഞാനൊന്ന് വറുത്ത് ഫ്രൈ ചെയ്തിട്ടു. പിന്നെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി, പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി ഇതിലിട്ടു കേട്ടോ. പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടിയും മറ്റേ ഇടിയനില്ലേ, കൊച്ചിടിയനിൽ ഇടിച്ച് മിക്സിയൊന്നും എടുത്തില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി. എളുപ്പമാണ്, 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് വീട്ടിൽ എത്ര ആളുകൾ കഴിക്കേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോ ഹസ്ബൻഡ് ഇല്ല, ടൂറാണ്, മോമിന് ഞാനും മാത്രമേ ഉള്ളൂ. കുറച്ച് നേദിക്കാൻ വെക്കണം, പിന്നെ കുറച്ച് ഞങ്ങൾക്ക് കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് ഇതുപോലത്തെ രുചികരമായ പായസം ഉണ്ടാക്കാം. അപ്പോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് കമന്റ് എഴുതണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഡേ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ഹായ്.